എന്താണ് നീ കാണിക്കുന്നത്? പേടിക്കണ്ട, നമ്മുടെ കടയുടെ അളവ് എടുക്കുന്നതല്ല. ഇതൊരു ലെഗിൻസ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഒരു ലെഗിൻസിൻ്റെ ക്വാളിറ്റി കാണിക്കാനായിട്ട് ഇതിലും വലിയ വഴി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഹലോ ഹായ് നമസ്കാരം, എൻ്റെ ബിസിനസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുപ്പൂരാണ്. തിരുപ്പൂർ നമുക്കറിയാം ബനിയൻ മെറ്റീരിയൽസിൻ്റെ മാനുഫാക്ചറിങ്ങും ഹോൾസെയിലിനും ഒരുപാട് പേര് കേട്ട സ്ഥലമാണ്. ബനിയൻ മെറ്റീരിയൽസ് കൊണ്ട് തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് സെയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്, ലെഗിൻസ്. നമ്മളിപ്പോൾ വന്നേക്കുന്ന അങ്ങനെ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടാണ്. പിന്നെ ഈ തിരുപ്പൂർ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ഹോൾസെയിലേഴ്സിനെ കാണാം. ഒന്ന് മാനുഫാക്ചേഴ്സ്, ഒന്ന് ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള മാനുഫാക്ചർ എടുത്തിട്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെ തന്നെ ലാഭം കൂട്ടിയിട്ടിട്ടായിരിക്കും നിൽക്കുന്നത്. അതുപോലെ തന്നെ മാനുഫാക്ചേഴ്സ് അവർ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എടുത്ത് സ്വന്തം ഹോൾസെയിൽ യൂണിറ്റിൽ എടുത്ത് സെയിൽ ചെയ്യുന്ന ആൾക്കാർ. നമ്മളിപ്പോൾ നിൽക്കുന്ന അങ്ങനത്തെ ഒരു ഷോപ്പിലാണ്. പിന്നെ ഈ ഷോപ്പിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇതിൻ്റെ ഓണർ ഒരു മലയാളിയാണ്, ഒരു കണ്ണൂരുകാരനാണ്. അപ്പോൾ നമുക്ക് ആ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഓണർ ഷാലേട്ടൻ. ഷാലേട്ടാ, എന്താണ് ഈ ബ്രാൻഡിൻ്റെ പ്രത്യേകതകളെല്ലാം ഒന്ന് പറഞ്ഞു തരാമോ? ഇത് നമ്മൾ വുമൻസ് ലെഗിൻസ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. നമ്മുടെ കമ്പനിയുടെ പേര് ലക്കി ഡ്രീംസ് ഗാർമെന്റ്സ്. ലക്കി ഡ്രീംസ് ഗാർമെന്റ്സ്. ബ്രാൻഡിന്റെ നെയിം വന്നിട്ട് എൽ ഡി ആണ് ബ്രാൻഡിന്റെ നെയിം വരിക. പിന്നെ ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് രണ്ട് ലക്കി ഡ്രീംസ് ഉണ്ട് നമുക്ക്. അതായത് LUCK Y, LUCK EY. രണ്ട് ബ്രാൻഡാണ്. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ, ഓരോ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അല്ല, അത് വ്യത്യാസപ്പെടുത്തുന്നതല്ല. നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ അത് കിട്ടി. അപ്പോൾ ലക്കി ഡ്രീംസ് ഉണ്ടാകുമ്പോൾ അത് നമ്മൾ രജിസ്റ്റർ ചെയ്തു, കോപ്പി റൈറ്റ് എടുത്തു, നമ്മൾ ബ്രാൻഡായിട്ട് രജിസ്റ്റർ ചെയ്തെടുത്തു. അത് 8 വർഷമായി. അതിനുശേഷം ഇത് നോക്കും, ഇത് ഉള്ളതുകൊണ്ട് ഞാൻ എന്താക്കി അതും കൂടി എടുത്തു. വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് വരണ്ടെന്നുള്ള രീതി, കോപ്പി വരണ്ടെന്നുള്ള രീതി. അത് കൂടാണ്ട് ഇപ്പൊ പുതിയതായിട്ട് LD ഗാർമെന്റ്സ് അതുകൂടി ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു വിധത്തിലും ഡ്യൂപ്ലിക്കേറ്റ് വരാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ചെയ്തത്. ഇപ്പൊ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് നമ്മൾ 8 വർഷമായിട്ട് ആരും കൊടുത്തിട്ടില്ല. പക്ഷെ രണ്ട് പ്രൊഡക്റ്റുകളുണ്ട്. ഒന്ന് ഓപ്പൺ മാർക്കറ്റിലേക്കാണ് നമ്മൾ ഇത് ഇവിടുന്ന് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഒറ്റ ഷോപ്പേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് 9 ഷോപ്പ് 9 വെറൈറ്റീസ് പ്രൊഡക്റ്റ് ആണുള്ളത്. അപ്പോൾ ഇത് ഒന്ന് ലോഞ്ച് ചെയ്യുക. ഇതിന്റെ ബ്രാൻഡുകൾ കൊടുക്കുന്ന രീതിയിൽ തന്നെ ഇതിന്റെ ക്വാളിറ്റി വൈസ് സൈസ് കാര്യങ്ങളെല്ലാം കൊടുക്കാന്നുള്ള രീതിയിൽ. അതായത് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ ചില ഓരോ ആൾക്കാർക്കും ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാന്നുള്ള രീതി. ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് ഒറ്റ ഒരാൾ മാത്രം, ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് ഒരാൾ മാത്രം. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ആണ്. 5 ലക്ഷം മാത്രം. 5 ലക്ഷം മതിയോ ശരിക്കും? 5 ലക്ഷം മതിയാകത്തില്ല. പക്ഷേ 25 മോഡൽസിന് മുകളിൽ നമ്മളെ ബോട്ടം സെറ്റുകളുണ്ട്. 25 മോഡൽസിന് മുകളിൽ ബോട്ടം സെറ്റ് മാത്രം. നമ്മൾ ബോട്ടം സെറ്റിന്റെ സ്പെഷ്യലിസ്റ്റ് ആളാണ്. എല്ലാവരും പോലെ വെച്ചാൽ ട്രേഡിങ് ചെയ്യുക, പല സ്ഥലത്തുനിന്ന് ട്രേഡ് ചെയ്യുക, കൊണ്ടുവരിക, സെയിൽ ചെയ്യാന്നല്ല. ഓൺ മാനുഫാക്ചർ നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മുടെ ബ്രാൻഡ് എന്താണോ ചെയ്യുന്നത്, നമ്മുടെ ബ്രാൻഡ് അതുകൊണ്ടാണ് ഇത്രയും ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ 1 ലക്ഷം രൂപേന്റെ സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ 25 മോഡൽ എടുക്കുമ്പോൾ 25 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് വേണം. 25 ലക്ഷം ശരിക്കും പറഞ്ഞാൽ 20 ലക്ഷം ഉണ്ടായാലും ലെഗിൻസ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. രണ്ട് മോഡൽ 5 സൈസ് S to 5XL. 5XL വരെ നമ്മൾ ഓൾറെഡി ഉണ്ട്. ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ട് മാർക്കറ്റിൽ ആയിരത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. S to 5XL 70 കളേഴ്സ്, 70 + 80 കളേഴ്സ് ആകാൻ പോവാണ്. അത് 70 ഉള്ളത് 80 കളേഴ്സ് ആകാൻ പോവാ. അപ്പോൾ ഒരു കളറിൽ തന്നെ മിനിമം ഒരു മാനുഫാക്ചർ ചെയ്യണം 300 കിലോ തുണി എടുക്കണം. 300 കിലോ തുണി എടുക്കണം. 520 രൂപയാണ് ഒരു കിലോ തുണിക്ക്. അപ്പോൾ 70 കളർ എടുക്കുമ്പോൾ തന്നെ 10-20 ലക്ഷം റുപ്യ. അതേപോലെ അതിൽ ഹാങ്കർ ലെങ്ത്, ഫുൾ ലെങ്ത്, ക്യാബ്രി, സാരി ഷേപ്പ് വെയർ, പിന്നെ അതുപോലെ കുർത്തി പാൻ, ഇങ്ങനെ എടുക്കുന്ന വലിയൊരു ബഡ്ജറ്റ് ആവും. നമ്മൾ ഈ 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പാണ്. മേക്കിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, ഒന്ന് ചെയ്യണോ, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണോ എന്നുള്ളത്. ബാക്കപ്പ് ആയിട്ട് നമ്മൾ സപ്പോർട്ട് ഉണ്ടാവും, കമ്പനി സപ്പോർട്ട് ഉണ്ടാവും, എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. അപ്പോൾ ക്രെഡിറ്റ് ആയാലും സെയിൽസിന്റെ ആയാലും ഡിസ്പാച്ചിങ് ആയാലും എല്ലാ രീതിയിലുള്ള സെയിൽസ് നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ നിങ്ങൾ 4 ലക്ഷം രൂപ മുടക്കിയെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി കടന്നു തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ടാർഗറ്റ് ഉണ്ടാവും. നമുക്ക് ടാർഗറ്റ് ഉണ്ട്. 25% എന്ന് പറയുമ്പോൾ നിങ്ങളൊരു 5 ലക്ഷം രൂപ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 1.25 ലക്ഷം രൂപ നിങ്ങളെ പോക്കറ്റിലേക്കായി. ഇതിൽ മോഡൽ ഔട്ട് ആകത്തില്ല. ഇപ്പോൾ വിഷു വന്ന്, ഓണം വന്ന്, റംസാൻ വന്ന്, ബക്രീദ് വന്ന് മോഡൽ ഔട്ടായി എന്നുള്ള പ്രശ്നങ്ങളില്ല. 365 ഡേയ്സും ഒറ്റ കളർ, ഒറ്റ മോഡലാണിത്. ഏത് ടോപ്പ് മാറി വന്നാലും എല്ലാത്തിനും ഇത് യൂസ് ചെയ്യാം. സീസൺസ് മാറി വരുന്ന ഇതൊരു വിഷയമല്ല. നമ്മൾ 8 വർഷം ചെയ്യുന്നുണ്ട്. ഇന്നും നിങ്ങൾ ചോദിക്കുന്ന കളേഴ്സ് എനിക്ക് തരാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ 40 to 50 കളേഴ്സ് മാത്രം റാക്കിലുണ്ടാവും. ഈ ജസ്റ്റ് ഒന്ന് ഓവറോൾ കാണിച്ചാൽ മതി. 40 കളർ മാത്രമേ ഇതിലുണ്ടാവും. 40-45 കളർ, 70 കളർ. എന്നാലും ഷോർട്ടേജ് ആണ്. ഇത് ഡെയിലി ഇങ്ങനെ മാനുഫാക്ചർ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ നൂലെടുത്ത് തുണി ഉണ്ടാക്കി കട്ടിങ് ടു പാക്കിങ് ചെയ്ത് സെയിൽ വരെ നമ്മളാണ് കാതർപേട്ടയിൽ. തിരുപ്പൂരിൽ നമ്മളെ ഔട്ട്ലെറ്റ് ആണ് ഈ 9 ഔട്ട്ലെറ്റ്. ലൊക്കേഷൻ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ. തിരുപ്പൂർ ഒറ്റ റെയിൽവേ സ്റ്റേഷനേ ഉള്ളൂ. 2 പ്ലാറ്റ്ഫോമേ ഉള്ളൂ. 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നേരെ വെളിയിൽ വന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് നടന്നു വന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷന്റെ വർക്ക് നടക്കുന്നുണ്ട്. അവിടെ കാണുമ്പോൾ ഇന്ത്യ ഹൗസ് കാണാം, ലോഡ്ജ്. അതിന് നേരെ തൊട്ട് തന്നെ
അന്നപൂർണ്ണ ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ഓട്ടോ സ്റ്റാൻഡ് അടുത്ത് നിന്ന് നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നോക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ 5ാമത്തെ ബിൽഡിങ്ങിന് മുകളിൽ LD എന്നുള്ള ബോർഡ് കാണാം. ബ്രോക്കറുടെ അടുത്ത് പോകണ്ട, ആരുടെ പോകണ്ട. അതായത് നമ്മൾ ഇത്തിരി റെന്റ് കൊടുത്തിട്ട് ഈ ടൗണിന്റെ ഉള്ളിൽ തന്നെ ആക്കിയെന്ന് കാണുന്ന പറഞ്ഞാൽ ഔട്ടറിലാകുമ്പോൾ നമുക്ക് റെന്റ് കുറച്ച് കൊടുക്കാം. അതുപോലെ ഇവിടുന്ന് വരാനുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ കമ്മീഷൻ കൊടുക്കണം, കാര്യങ്ങൾ കൊടുക്കണം, പറ്റിക്കപ്പെടും. അത് ഒരുപാട് അടുത്തുണ്ട് കമ്മീഷൻ മേടിച്ചിട്ട് വേറെ അവർക്ക് കൊടുക്കുന്ന സാധനം. പിന്നെ ആ സാധനം സ്റ്റോക്ക് ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾക്ക് ആ സാധനം വരും. കസ്റ്റമർ ഒന്നും തിരിഞ്ഞു കൊണ്ട് ആവശ്യമില്ല. നമ്മൾ കാണിക്കുന്ന പ്രൊഡക്റ്റ് വീഡിയോയിൽ കണ്ടിട്ട് വാങ്ങണല്ലോ. വൺ ടൈം വിസിറ്റ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാം, നമ്മളെ ക്വാളിറ്റി നോക്കുക. ഇപ്പൊ കേരളത്തിലെ എല്ലാ സ്ഥലത്തും പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. പ്രൊഡക്ഷൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ ആ റേഞ്ചിലും കൊടുക്കാൻ പറ്റത്തില്ല. എന്തായാലും എല്ലാവർക്കും ലാഭം വേണ്ടേ. ഇവിടെ മേക്കിംഗ് ചാർജ് കാര്യങ്ങളെല്ലാം കുറവാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാ നാട്ടിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. 5000 സാധനം എടുക്കുകയാണെങ്കിൽ നോർമലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. മിനിമം ഓർഡർ 5500 സാധനം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും. ഹോൾസെയിൽ റേറ്റ് കൊടുക്കാൻ പറ്റും. ഷോപ്സുകളിന്, വീട്ടുകളെല്ലാം ഷോപ്പുകൾക്ക്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ 8 വർഷത്തിന് ശേഷം മാർക്കറ്റിൽ എല്ലാ സ്ഥലത്തും പേരായതിനു ശേഷമാണ് ഇപ്പോഴാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. എക്സ്പോർട്ട് ഓൾറെഡി ഉണ്ട്. നമ്മൾ ഓൾറെഡി ചെയ്തുകൊടുക്കുന്നത് എല്ലാ കൺട്രിയിലേക്കും ചെയ്യുന്നുണ്ട്. എവിടത്തേക്കാണെങ്കിലും അവിടത്തേക്കും ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. എല്ലാ സ്ഥലത്തേക്കും ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കമ്പനി കാണിച്ചു തരാം. കമ്പനി ഇപ്പോഴും ഓൾറെഡി പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാൻറ്റീസ് ആയി കഴിഞ്ഞാലും, ലെഗിൻസ് ആയി കഴിഞ്ഞാലും, പട്ടയാല ആയി കഴിഞ്ഞാലും എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ വലിയ വലിയ കമ്പനിയിലേക്കാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ കോട്ടണിൽ വന്നിട്ട് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്ത് 50 കളേഴ്സ് പുതിയതായിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്ത 50 കളേഴ്സ്. ഇതാണ് നമ്മൾ ചാർട്ട്. 50 കളർ കോട്ടണിലാണ്. 60 to 68 റുപ്പീസിന്റെ റേഞ്ചിലാണ് 50 കളർ. 60 to 68 റുപ്പീസ് റേഞ്ചിൽ 50 കളർ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് ലൈക്ര 50 കളർ. ആദ്യം നമ്മൾ 12 കളറിൽ സ്റ്റാർട്ട് ചെയ്താണ്. ഇന്ന് 50 കളറിൽ നമ്മൾ ലക്കി ഡ്രീംസിന്റെ LDന്റെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈക്ര 50 കളറോളം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കളർ ചാർട്ട് ഇപ്പൊ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് 70 കളേഴ്സിന്റെ കളർ ചാർട്ട് വരും. ഒരുപാട് കളേഴ്സ്. നിങ്ങൾ ഏത് ബ്രാൻഡിലേക്ക് പോയാലും എല്ലാ കളേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ ഓവറോൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. S to 5XL വരെയുള്ള സൈസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മളിത് റീബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ? റീബ്രാൻഡ് ചെയ്യുന്നുണ്ട്. റീബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രാൻഡിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മിനിമം 600 പീസ് തരികയാണെങ്കിലും 5 കളറിൽ നിങ്ങൾ ബ്രാൻഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ അതിന്റെ പാക്കിംഗ് കോസ്റ്റ് കാര്യങ്ങൾ എക്സ്ട്രാ വരും. അത് നമ്മൾ ചെയ്ത് വെക്കത്തില്ല. അപ്പോൾ നിങ്ങൾ വൺ ടൈം മാത്രം ചെയ്തിട്ട് പിന്നെ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഇത് ലോഞ്ചിങ് ആണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ നമ്പർ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ നമ്പർ തന്നെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള ഐഡിയ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കും. 5 ലക്ഷം രൂപ. 5 ലക്ഷത്തിലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത്. പക്ഷെ 5 ലക്ഷത്തിലെ 4,50,000 റുപ്പീസിന് സ്റ്റോക്ക് നമ്മൾ കയ്യോടെ കൊടുക്കും. അവർക്ക് 50,000 റുപ്പീസ് അഡ്വാൻസ് ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക, ഡെപ്പോസിറ്റ് ഉണ്ടാവും. പിന്നെ അവർക്ക് 1 മന്തിന്റെ ഒരു ബില്ല് 1 lakh റുപ്പീസിന്റെ ഒരു ബില്ല് നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കും. അത് ചോദിച്ചോടും കൊടുക്കില്ല. അവർക്ക് എന്താണോ സെയിൽസ്, അവർ ഡിസ്ട്രിബ്യൂട്ടറുകൾ എന്താണോ ചോദിക്കുന്നത്, അവർ ഡീലേഴ്സ് എന്താണോ ചോദിക്കുന്നത്, ആ കളേഴ്സ് റീഫിൽ ചെയ്ത് കൊടുക്കും. പിന്നെ നിങ്ങൾ അതിൻ്റെ അകത്ത് കാശ് മുടക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ട്രസ്റ്റ് ആയിട്ടുള്ള ബ്രാൻഡിൽ വെറും 5 ലക്ഷം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ആണ്. അതായത് അത് അഡ്വാൻസ് അല്ല കേട്ടോ. അഡ്വാൻസ് ഡെപ്പോസിറ്റ് ഒന്നും നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. അത് സിമ്പിൾ ആയിട്ട് ബിസിനസ് ചെയ്യാനുള്ളൂ. 10 ലക്ഷം രൂപ ബിസിനസ് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അതായത് ഒരു താലൂക്കിലേക്ക് തന്നെ 50,000 ബിസിനസ് മാത്രം ചെയ്താൽ മതി. 20 താലൂക്കിൽ ചെയ്താൽ മതി. ഒരു മാസം 2.5 ലക്ഷം രൂപ. ഒരു 50,000 ചിലവായി കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ അവർക്ക് പ്രോഫിറ്റ് ആയി. ശരി, ഇതൊന്നും ആരും പറയത്തില്ല. നമ്മുടെ ബ്രാൻഡ് അത്രയും ഗ്യാരണ്ടി ഉള്ള ബ്രാൻഡാണ്. പ്രൊഡക്റ്റിൽ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അത് കമ്പനി ഉത്തരവാദിത്തമായിരിക്കും. അവർക്ക് യാതൊരു ഉത്തരവാദിത്തങ്ങളും കൊണ്ട് അവർക്ക് നഷ്ടങ്ങളോ കാര്യങ്ങളോ ഡയറക്റ്റ് കോൺടാക്ട്. ഓപ്പൺ മാർക്കറ്റിലേക്ക് നമ്മൾ ഓൾറെഡി 8 വർഷം ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സ് കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു. അതിന്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണാം. ഇത് നമ്മൾ ജഗിൻസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. മെൻസ് ലേഡീസിന്റെ ഉണ്ട്. ഇത് കിഡ്സിന്റെ ആണ്. കിഡ്സിന്റെ വെച്ചാൽ ഇത് സ്റ്റോക്ക് ഉള്ളിടത്ത വരെയുള്ള പ്രൈസാണ് ഞാൻ പറഞ്ഞത്. 35 റുപ്പീസാണ് ജഗിൻസിന്റെ റേറ്റ്. 35 കിഡ്സിന്റെ ജഗിൻസ് 35 റുപ്പീസ്. ഒരു ബണ്ടൽ ഇങ്ങനെ മിക്സിംഗ് കളർ. സ്റ്റോക്ക് എത്രയാണുള്ളത് അത്ര വരെ ഉണ്ടാവും കൂടെ. ഇത് എല്ലാ സമയത്തും ഉണ്ടാവില്ല, വരുന്നതിനനുസരിച്ചിട്ട്. പിന്നെ അതേപോലെ ഇത് പ്ലാസോ പാൻറ്റാണ് കിഡ്സിന്റെ. അതായത് ബിഗ് സൈസ് നമ്മൾ ചെയ്തിട്ട് ബാലൻസ് വരുന്ന തുണിയിൽ അത് 100% ഗ്യാരണ്ടി ഉള്ള സാധനം തന്നെ. ഇതും 100%. അത് സ്റ്റിച്ചിങ് ക്വാളിറ്റി കാര്യമാണ്. ഇതും 30 റുപ്പീസ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഇത് മിക്സിംഗ് കളേഴ്സാണ് വരിക. പിന്നെ സ്റ്റാർട്ടിംഗ് റേഞ്ച് നമ്മൾ വരുന്നത് 62 മുതൽ സ്റ്റാർട്ട് ചെയ്യും.
ലേഡീസിന്റെ വുമൻസിന്റെ കിഡ്സിന്റെ 45 മുതൽ സ്റ്റാർട്ട് ചെയ്യും ലെഗിൻസ്. ലേഡീസിന്റെ 62 മുതൽ 62. ഞാൻ ഇതൊന്നും കാണിക്കുന്നില്ല, കാണിക്കുമ്പോൾ വീഡിയോ ഒത്തിരി നിങ്ങളായി പോകും. എല്ലാം 149 MRP, 199 MRP, 230 MRP ഉള്ള റേഞ്ചുകളാണ് ഇത്. ഒരുപാട് പാക്കറ്റ്സ് ഉള്ള സാധനങ്ങളാണ്. ഇതിന്റെ എല്ലാ എത്ര കളേഴ്സ്? 70+ കളേഴ്സ് ഉണ്ട്. എല്ലാ 70+ കളേഴ്സ്. ഇത്രയും പാക്കിങ്സ് S2 5XL സൈസ് ആണ് ഇത്. ഞാൻ പറയാം ഇങ്ങനെ കാണിക്കുന്നത് എല്ലാ വീഡിയോസും നമ്മൾ വലിച്ചു കാണിച്ച്, ഇതൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതേപോലെ പ്ലാസോസ് 89 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും, 89 മുതൽ സ്റ്റാർട്ട് ചെയ്യും. പല ഡിസൈൻസും ഉണ്ട്, ഒരുപാട് ഡിസൈൻസ് ഉണ്ട്, കുറേ ഡിസൈൻസും കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി എല്ലാം നോക്കുകയാണെങ്കിൽ പാക്കിങ്ങിൽ ഒരുപാട് ഡിസൈൻസ് കേട്ടോ, ഒരുപാട് ഡിസൈൻസ്. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാന്ന് വെച്ചാൽ ഓരോ റൂമിൽ ഓരോ പീസ് ഞാൻ കാണിക്കാം അവിടെ. അപ്പൊ അത്രയും പാക്കിംഗ്. ഷിമ്മർ ലെഗിൻസ്, പിന്നെ അതേപോലെ ഷിമ്മർ ലെഗിന്, ഇത് ഫ്രീ സൈസ് ലെഗിൻസിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. നമുക്ക് ഒരു മോഡൽസ് ഒന്നല്ല, നമ്മൾ ഇതിന്റെ മുന്നത്തെ വീഡിയോസിലും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരുപാട് മോഡൽസുകൾ, സാധനങ്ങൾ, പ്രോഡക്റ്റുകളുണ്ട്. പിന്നെ അതുപോലെ എലിഫന്റ് പ്ലാസോ, പിന്നെ അതുപോലെ നൈറ്റ് സെറ്റ് ആണ് ഇത് വരിക. നൈറ്റ് സൂട്ട്സ്, അതിന്റെ ടീഷർട്ട് ഇതും കൂടി 2 പീസ് ആയിട്ടുള്ള നൈറ്റ് സെറ്റ്സ്. പിന്നെ അതുപോലെ കിഡ്സിന്റെ ലെഗിൻസ് 45 റുപ്പീസ് മുതൽ മിക്സിംഗ് കളേഴ്സ് ആണ് വരിക. 195 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 45 റുപ്പീസ് മുതൽ ലെഗിൻസ് സ്റ്റാർട്ട് ചെയ്യും. 205 റേഞ്ച് നമ്മൾ തീർന്ന്. പിന്നെ അതുപോലെ നമ്മളെ ഷോള് 25 റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. സെറ്റ് മിക്സിംഗ് ആണ്, 20 പീസിന്റെ ഒരു മിക്സിംഗ് ആണ്. സിംഗിൾ കളർ എന്താ പറയുക നിങ്ങൾക്ക് എടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. ഇത് പിന്നെ കുർത്തി പാന്റ്, ഈ ഒരു പാന്റ് ഞങ്ങൾ കുർത്തി പാന്റ് എന്ന് പറഞ്ഞാൽ നമ്മള് സിഗരറ്റ് പാന്റ് എന്ന് പറഞ്ഞ ഒരു രീതിയിലുള്ള സാധനമാണ്. 2 പോക്കറ്റ് കാര്യങ്ങൾ വരും, സ്ലബ് കോട്ടണാണ് വരിക. ഇതിന്റെ അത് കട്ടിങ് എല്ലാം വരും. അതായത് നിങ്ങൾ വെളിയിൽ നിന്ന് എടുക്കുന്നതിനെക്കാട്ടിയും ബിഗ് സൈസ് ആയിരിക്കും, ബിഗ് സൈസും കാര്യങ്ങളായിരിക്കും. ലെഗിൻസിന്റെ ഒരു മോഡൽ മാത്രം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇത് പിടിച്ചോ. നമ്മളെ ലെഗിൻസിന്റെ ക്വാളിറ്റി നമ്മൾ എല്ലാ വീഡിയോസും കാണിക്കുന്നത്. വലിച്ചോ, അത് ലാസ്റ്റ് ഇവിടെ പിടിച്ചാൽ മതി. പിടിച്ചോ, എത്ര വേണമെങ്കിൽ വലിച്ചോ. ആ ക്വാളിറ്റി ഡയമണ്ട് കട്ട് ഉണ്ട്, എല്ലാ റേഞ്ചിലും നമ്മുടെ ഡയമണ്ട് കട്ട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ്. ഈ വീഡിയോയിൽ വെറൈറ്റി ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ കാണിക്കാം, ഒരുപാട് സമയങ്ങൾ പോകും. 25+ മോഡൽ, 25 മുകളിൽ മോഡൽസുകൾ നമ്മുടെ കയ്യിലുണ്ട്. 25ലധികം ബോട്ടം സെറ്റില്. ഇത് ടീഷർട്ട്സ് ലേഡീസിന്റെ ആണ്. ഒരു ബണ്ടിൽ 50 പീസ് വരും. ഒരു ബണ്ടിൽ 50 പീസ്, 5 സൈസ്, 10 കളർ മിക്സിംഗ് കളേഴ്സ്. 5 സൈസ് 10 കളർ മിക്സിംഗ്. ഇതുപോലെയാണ് സെറ്റ് വരുന്നത്. അതേപോലെ കുട്ടികളുടെ ലെഗിൻസ് വന്നിട്ട് 45 റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ കൂടെ ഞാൻ കാണിച്ച 45, 90 ലൈക്ര വന്നിട്ട് 90 റുപ്പീസ്. ഇതും വലിച്ചോ. ഇതിന്റെ അകത്തും ഡയമണ്ട് കട്ട് ഉണ്ടോ? ഡയമണ്ട് കട്ട് ഇല്ലാത്ത ഒരു പീസ് പോലും ഉണ്ട്. എവിടെ പിടിച്ചു, ഒരു കൈ ഇവിടെ പിടിച്ചു. ഇത് സ്ട്രെച്ചബിൾ ആണ്. സ്ട്രെച്ച് വലിച്ചോ. 90 റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. കിഡ്സിന്റെ 90 വലിച്ചോ, എത്ര വേണം വലിച്ചോ. നല്ല കളേഴ്സ് കാര്യങ്ങൾ എല്ലാം 100% ഗ്യാരണ്ടിയോടെ ഉണ്ടാവും. നമ്മളെല്ലാം ഡയമണ്ട് കട്ട് ആയിരിക്കും. കോട്ടണിൽ ഉണ്ടാവില്ല, ബാക്കി എല്ലാത്തിനും ഡയമണ്ട് കട്ട് ഉണ്ടാവും. കളേഴ്സ് കാര്യങ്ങൾ കാണാം. ഇവിടെ 9 ഷോപ്സ് ഉണ്ട്. നമ്മളെ 9 ഷോപ്പ്, 9 മുറിയിലും 9 ഐറ്റംസ്, വെറൈറ്റി ഐറ്റംസ്. നമ്മൾ കയറി വന്നപ്പോൾ കണ്ടായിരുന്നു ഒരൊറ്റ ഷോപ്പല്ല, 9ഓളം ഷോപ്സ്. ഇത് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്. നമ്മൾ ഔട്ട്ലെറ്റ് ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും ഇല്ല. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. മാനുഫാക്ചറിംഗ് യൂണിറ്റ് 2 യൂണിറ്റ്, 2 വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഇതാണ് ഇവരുടെ LD ഗാർമെൻറ്റ്സിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ്. ഇത് ഇവരുടെ 2ാമത്തെ മാനുഫാക്ചറിങ് യൂണിറ്റാണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കുറേ പ്രൊഡക്ട്സ് ഇവിടെ കെട്ടായിട്ട് അടുക്കി വെച്ചേക്കുന്നത് കാണാൻ പറ്റും. ഇതെല്ലാം എക്സ്പോർട്ടിങ്ങിനുള്ള പ്രൊഡക്ട്സ് ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ നമ്മുടെ ഓൺ ബ്രാൻഡിൽ പ്രൊഡക്ട്സ് പാക്ക് ചെയ്ത് തരുമെന്നുള്ളത്. അങ്ങനെ മറ്റൊരു ബ്രാൻഡിൽ പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന പ്രൊഡക്ട്സാണ് ഇതെല്ലാം. ഈ ഇരിക്കുന്ന എല്ലാം മെറ്റീരിയൽസാണ്, അതായത് ഇതിന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കാനുള്ള ലെഗിൻസിൻ്റെ ഒക്കെ ആയിട്ടുള്ള മെറ്റീരിയൽസാണ് ഈ ഇരിക്കുന്നതെല്ലാം. പിന്നെ ഇത് ഇവരുടെ പാക്കിംഗ് പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ പാക്കിംഗ് മാത്രമാണ് നടക്കുന്നത്, എക്സ്പോർട്ടിങ്ങിനും മറ്റുമായിട്ടുള്ള പാക്കിംഗ് മാത്രമാണ് നടക്കുന്നത്. ഇവർ പാക്ക് ചെയ്യുന്നതിനൊരു പ്രത്യേകതയുണ്ട്, അതായത് ഓരോ പ്രൊഡക്ട്സും ചെക്ക് ചെയ്ത് ക്വാളിറ്റി അഷ്യൂർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു പ്രൊഡക്ട്സ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും എല്ലാം അടുത്ത മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ് നടക്കുന്നത്. നമുക്ക് അങ്ങോട്ടൂടെ പോകാം. ഈ കാണുന്നതാണ് LD ഗാർമെൻറ്റ്സിൻ്റെ 1ാമത്തെ മാനുഫാക്ചറിംഗ് യൂണിറ്റ്. അതായത് ഇവിടെ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഇവരുടെ ആദ്യത്തെ മാനുഫാക്ചറിംഗ് യൂണിറ്റ്. ഇവിടെയാണ് ആക്ച്വലി സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും അങ്ങനെയുള്ള പ്രോസസ്സ് എല്ലാം നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ, മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ഈ കാണുന്ന എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഇതിവിടെ നിന്നാണ് നമ്മൾ കട്ടിങ് തുടങ്ങുക. ഇതേപോലെ ലേ ചെയ്യുക. ലേ എന്ന് പറഞ്ഞാൽ പാറ്റേൺസ് വെച്ചിട്ട് ലേ ചെയ്ത് റിലാക്സ് ചെയ്യും. ഇന്നലെ ഇട്ട റോളാണ് ഇത്. നമ്മൾ എല്ലാം എന്താ ചെയ്യുക, ഇട്ടോടെ കട്ട് ചെയ്യും. നമ്മളങ്ങനെയല്ല, ഇട്ട് റിലാക്സ് ചെയ്ത് ഷിങ്കേജ് എല്ലാം ഉള്ളിൽ പോയതിനു ശേഷം മാത്രമേ കട്ടിങ് എടുക്കും. പിന്നെ ക്ലീൻ ആയിട്ട് ഒരു ദിവസത്തേക്ക് റിലാക്സ് ചെയ്യാൻ ഇന്നലെ ഇട്ട റോളാണത്. എത്രയും റിലാക്സ് ചെയ്ത് ഇന്നും ഇട്ട് ഇന്ന് രാത്രി മാത്രം ഇത് കട്ട് ചെയ്യും. അത് വെച്ചാൽ ഒരു ലേല് 1500 പീസോളം വരും. 1500 പീസ്.
1000 പീസ് 1500 പീസ് അതിന് സൈസ് മോഡൽസ് അനുസരിച്ചിട്ടാണ് വരിക. ഇതാണ് ഫാബ്രിക്സ് വരുന്നത്. ഇതിപ്പോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വേസ്റ്റ് ആണ്. ഇപ്പൊ ചില ആള് വില കുറച്ച് കൊടുക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കുന്ന കാരണം നമ്മൾ കട്ട് ചെയ്തതിന്റെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് തുണി ഉണ്ടാക്കും, മിക്സിയിലിട്ട് അടിച്ച് മെഷീനിലിട്ടിട്ട്. അത് OE ഫാബ്രിക്സ് എന്ന് പറയും നമ്മള്. അതുപോലെ സെക്കൻഡ്സ് ഇത്ര പോരും. ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ പാന്റീസിന്റെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുക സ്റ്റിച്ചിങ്ങിന് പോകാൻ വേണ്ടി. കട്ടിങ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റിച്ചിങ്ങിന് പോകാനുള്ള സാധനങ്ങളാണ്. ഇപ്പൊ ഇങ്ങനെയാണ് വരിക. പോയി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് അങ്ങ് വരും. ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ചാക്കുകൾ വേസ്റ്റ് ആണ്. നമ്മുടെ ഫാബ്രിക് ആണ് 20 കിലോ കട്ട് ചെയ്ത വേസ്റ്റ് ആണ്. 20 കിലോ ഒരു റോള് വരും. 20 കിലോ. അപ്പൊ എത്ര റോളുണ്ട് നോക്കിയാൽ എത്ര കിലോ എത്ര നമുക്ക് എനിക്ക് വേണ്ടി എന്റെ ബ്രാൻഡിന് വേണ്ടി എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇതേപോലെ ഇതെല്ലാം വേസ്റ്റ് വരുന്നതാണ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വേസ്റ്റ് വരും. ഈ വേസ്റ്റ് കൊണ്ടുപോയിട്ട് കട്ടിങ് വേസ്റ്റ് കൊണ്ടുപോയിട്ട് ഓയിൽ ഉണ്ടാക്കിയിട്ടാണ് വില കുറച്ച് കൊടുക്കുന്നത്. അതിന് ആയുസ് കുറവായിരിക്കും. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ബബിൾസ് വരും, പോവും. നമ്മൾ വലിച്ചു കാണിക്കുമ്പോൾ വേറെ ഒരു കമ്പനിക്കാരും കാണിക്കില്ല. നമ്മളെ മേടിക്കാൻ ഇടുക എന്നുള്ളൂ. വില കുറച്ചുണ്ട്, അവിടെ ഇത്ര വില കുറവുണ്ട്, അവിടെ ഇത്ര കുറവുണ്ടെന്ന് പറയുമ്പോൾ അതിനുള്ള കാര്യമാണ്. ഒരു പെട്രോൾ പമ്പ് പോവാണെങ്കിൽ ബെൻസ് എടുത്തിട്ട് പോവാണെങ്കിൽ 2 വീലർ പോവാണെങ്കിൽ ഒരേ പ്രൈസ് ആയിരിക്കും. അവിടെ വലിയ ആൾ ചെറിയ ആളാണ്. അപ്പോൾ നൂലെടുക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ പ്രൈസ് ആയിരിക്കും. പിന്നെ ചെറിയ ഡിസ്കൗണ്ട് വരാതെ നമ്മൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് എടുക്കുകയാണെങ്കിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവും. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അത് 5 രൂപ 6 രൂപ വ്യത്യാസം. ഇത് കോട്ടൺ ആണ് കേട്ടോ. ഇതെല്ലാം കോട്ടൺ ഫാബ്രിക്കിന് 50 കളർ ഇപ്പോഴാണ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പം സാമ്പിൾസ് വന്നേ ഉള്ളൂ. കളർ ചാർട്ട് വേണ്ടത്. അത് സാധനം ഇതുവരെ നമ്മൾ വിറ്റിട്ടില്ല. ഇപ്പം കട്ടിങ് കഴിഞ്ഞ് പോയിട്ടേ ഉള്ളൂ. ഇനി അടുത്ത് പോകാൻ പോവാം. ഇപ്പൊ ഇവിടുത്തെ ആളിന്ന് ലീവാണ്. ഇവിടുത്തെ ആൾ ലീവാണ്. ഇതൊരു 2 പേര് കട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഇത് ഫുൾ വേസ്റ്റ് ആണ്. മാസത്തിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ കൊടുക്കുന്ന വേസ്റ്റുകളാണ്. 2 ആഴ്ചക്ക് ഒരിക്കൽ ഒത്തിരി വേസ്റ്റ്. അത്രയും മാനുഫാക്ചറിങ് 1 ലക്ഷം പീസാണ് നമ്മൾ സെയിൽസ് പെർ. ഇതാണ് നമ്മുടെ ഫാക്ടറി കേട്ടോ. ഇത് ഡൊമസ്റ്റിക് ഇന്ത്യയിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ കട്ട് ചെയ്യുന്നത്. എക്സ്പോർട്ട് അവിടെ നിന്നാണ് നമ്മൾ ചെയ്യുക. പാക്കിങ് കാര്യങ്ങൾ എക്സ്പോർട്ടിങ് ചെയ്യുന്നത്. അതിന് എക്സ്പോർട്ട് ഡൊമസ്റ്റിക് എന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് നമ്മുടെ ബ്രാൻഡ് എൽഡിനെ മൊത്തം അവിടെ നിന്നാണ് ചെയ്യുക. അതർ ബ്രാൻഡിലേക്ക് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ എല്ലാം അവിടെ നിന്നാണ് നമ്മൾ ചെയ്യുക. എല്ലാം അവിടെ നിന്നാണ് ചെയ്യുക. രണ്ടും കൂടി മിക്സ് ആകാൻ പാടില്ല എന്നുള്ള രീതി. ഇതിന് മുകളിൽ പാക്കിംഗ് ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഇതിന് മുകളിൽ പാക്കിംഗ് ആണ്. ചേട്ടാ ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഒരു റീസെയിലേഴ്സിന് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ ചെയ്തുതരാം. അയച്ചാൽ നമ്മൾ ഈ 2025 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 6ാമത്തെ വീഡിയോ ആണ്. റീസെയിലേഴ്സിന് വേണ്ടി ഞാൻ വേറെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റീസെയിലേഴ്സ് വീട്ടമ്മമാരുണ്ട്, അതേപോലെ കോളേജ് സ്റ്റുഡൻസ് കാര്യങ്ങളുണ്ട്. അവർ വാട്സപ്പ് വഴി അവർ എടുത്ത് ബിസിനസ് പിടിക്കുകയാണെങ്കിൽ അഡ്രസ്സ് കാര്യങ്ങൾ അയച്ചു തരാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊറിയർ അവർക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കും. ഒരു പീസ് ആണെങ്കിൽ 5 പീസ് ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അയച്ചു കൊടുക്കും. അവർക്ക് റീസെയിലേഴ്സിന് വേണ്ടി നമ്മൾ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കും. അവർ റീറ്റെയിൽ സെയിൽ ചെയ്തോട്ടെ. ഈ അവരെടുത്ത് സ്റ്റോക്ക് വെക്കേണ്ട ആവശ്യമില്ല. നമുക്കത് ഫോളോ അപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അഡ്രസ്സ് കാര്യങ്ങൾ പിൻകോഡ് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കും. എല്ലാവർക്കും കോപ്പി, ആ കൊറിയറിന്റെ കോപ്പി അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും. അവർ അഡ്രസ്സിൽ തന്നെ. അത് ചെറുകിട ഇതുപോലത്തെ വ്യവസായം സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളവർക്ക് ഒരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ. ഇവിടുന്ന് ഒരു പീസ് എടുത്താലും റീസെയിലറായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഓന്യൂസിനല്ല, ഓന്യൂസിന് എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും റീസെയിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ് ഇത്. അതിന് തുടക്കത്തിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. അവർ ചെയ്തോട്ടെ, അവർ നന്നായിട്ട് വർക്ക് ചെയ്യട്ടെ. ഇപ്പൊ എല്ലാവർക്കും വർക്ക് ചെയ്യണമല്ലോ. അപ്പൊ അവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുക, നമ്മുടെ ബ്രാൻഡ് റീച്ച് ആവട്ടെ എല്ലാ സ്ഥലത്തും എന്നുള്ളത് ഇതിനെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽസും വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ടു. നമ്മളിതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് കണ്ടു, ഇവിടുത്തെ പാക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ടു, റീബ്രാൻഡ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാം കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് ഇവിടുന്ന് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാം. ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ എന്താണെങ്കിലും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട, അത്രയും ക്ലീൻ ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് വന്ന് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാം. ധൈര്യമായിട്ട് വരിക. 70+ കളേഴ്സ് അവൈലബിൾ ആണ്. വെറും 5000 രൂപ മുതൽ മുടക്ക് മതി ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്താണെങ്കിലും വരിക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഡാസ് ആൻ്റണി സൈനിങ് ഓഫ് ഫ്രം എൻ്റെ ബിസിനസ്. ബൈ.